ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടമാണ്. രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ശേഷം ടീമിനെ മുന്നോട്ട് നയിക്കാൻ ശേഷിയുള്ള യുവതലമുറയെ വാർത്തെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് BCCI മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും. ഇതിന്റെ ഭാഗമായി സീനിയർ ടീമിലും ടീമുകളിലും നിരവധി പരീക്ഷണങ്ങളാണ് സെലക്ടർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭാവി ക്യാപ്റ്റന്മാരെ കണ്ടെത്താനുള്ള BCCIയുടെ ഏറ്റവും പുതിയ തന്ത്രങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. T20 ഫോർമാറ്റിൽ ഇന്ത്യയുടെ ഭാവി നായകനായി വളർത്തിക്കൊണ്ടുവരാൻ BCCI ലക്ഷ്യമിട്ട യുവതാരം തിലക് വർമ്മ തനിക്ക് ലഭിച്ച ആദ്യത്തെ വലിയ പരീക്ഷയിൽ തന്നെ പതറുന്ന കാഴ്ചയ്ക്കാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ശ്രീലങ്കയിൽ നടക്കുന്ന ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിൽ ഇന്ത്യ ടീമിന്റെ നായകനായി നിയോഗിക്കപ്പെട്ട തിലകിന്റെ തന്ത്രപരമായ പരാജയങ്ങളും മൈതാനത്തെ മോശം പെരുമാറ്റവും ഇപ്പോൾ കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയും നടത്തിയ മികച്ച പ്രകടനങ്ങളാണ് തിലക് വർമ്മയെ വളരെ പെട്ടെന്ന് തന്നെ സെലക്ടർമാരുടെ പ്രിയങ്കരനാക്കിയത്. ഇടകയൻ ബാറ്റർ എന്നതിനൊപ്പം ആവശ്യമെങ്കിൽ പന്തെറിയാനുള്ള കഴിവും തിലകിന് അനുകൂല ഘടകങ്ങളായി. അടുത്തിടെ ഇന്ത്യൻ സീനിയർ T20 ടീമിന്റെ നായകനായി ശ്രേയസ് അയ്യരെ നിയമിച്ചപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ആകെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് BCCI തിലക് വർമ്മയെ വൈസ് ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചത്. ഹാർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ് തുടങ്ങിയ സീനിയർ താരങ്ങൾ ടീമിൽ ഉള്ളപ്പോഴാണ് യുവതാരമായ തിലകിന് വലിയ ഉത്തരവാദിത്വം നൽകിയത്. ശ്രേയസ് അയ്യർക്ക് ശേഷം T20യിൽ ഇന്ത്യയുടെ അടുത്ത സ്ഥിരം ക്യാപ്റ്റനായി BCCI മനസ്സുകൊണ്ട് കണ്ടുവച്ചിരുന്നത് തിലകിനെയാണെന്ന വ്യക്തമായ സൂചനയായിരുന്നു ഈ നീക്കം. ഇതിന്റെ തുടർച്ചയായാണ് സമ്മർദ്ദഘട്ടങ്ങളിൽ ടീമിനെ നയിക്കാനുള്ള അദ്ദേഹത്തിന്റെ തന്ത്രപരമായ മികവ് നേരിട്ട് അളക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രീലങ്കയിൽ നടക്കുന്ന ത്രിരാഷ്ട്ര പരമ്പരയ്ക്കുള്ള ഇന്ത്യ ടീമിന്റെ ക്യാപ്റ്റൻസി തിലകിനെ ഏൽപ്പിക്കുന്നത്. ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകൾ മാത്രം ഉൾപ്പെടുന്ന ഈ ത്രിരാഷ്ട്ര പരമ്പരയിൽ ഇന്ത്യ വളരെ എളുപ്പത്തിൽ കിരീടം നേടുമെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ കരുതിയിരുന്നത്. IPL പരിചയ സമ്പത്തുള്ള ഒട്ടനവധി മികച്ച യുവതാരങ്ങൾ അടങ്ങുന്നതായിരുന്നു ഇന്ത്യൻ നിര. എന്നാൽ തിലക് വർമ്മയുടെ നേതൃത്വത്തിന് കീഴിൽ കളത്തിലിറങ്ങിയ ഇന്ത്യൻ സംഘത്തിന് അക്ഷരാർത്ഥത്തിൽ മുടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പരമ്പരയിൽ ഇതിനകം കളിച്ച 3 മത്സരങ്ങളിൽ 2ലും ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടു. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ പോലും പരാജയത്തിന്റെ വക്കിൽ നിന്ന് കഷ്ടിച്ച് 8 റൺസിന്റെ ജയവുമായി ഇന്ത്യ തടി തപ്പി. ആ കളിയിൽ കൂടി തോറ്റിരുന്നെങ്കിൽ ഹാട്രിക് തോൽവികളുമായി ഇന്ത്യ ഇതിനോടകം തന്നെ ടൂർണമെന്റിൽ നിന്നും പുറത്താകുമായിരുന്നു. മത്സരത്തിന്റെ നിർണായക ഘട്ടത്തിൽ കൃത്യമായ ബൗളിംഗ് മാറ്റങ്ങൾ വരുത്തുന്നതിലും ഫീൽഡ് ക്രമീകരണങ്ങളിലും തിലകിന് വലിയ രീതിയിൽ പാളിച്ചകൾ പറ്റി. സമ്മർദ്ദം മുറുകുമ്പോൾ ടീമിനെ ശാന്തമായി നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പല തീരുമാനങ്ങളും. ശ്രീലങ്കയിൽ ഇന്ത്യ നേരിടുന്ന തോൽവികളെക്കാൾ ഉപരിയായി BCCI നേതൃത്വത്തെയും ക്രിക്കറ്റ് പ്രേമികളെയും ചൊടിപ്പിക്കുന്നത് കളിക്കളത്തിൽ തിലക് വർമ്മ കാഴ്ചവെക്കുന്ന മോശം പെരുമാറ്റമാണ്. ഒരു ഇന്ത്യൻ നായകൻ അനുയോജ്യമായ പക്വതയോ ശാന്തതയോ തിലകിൽ കാണാനാവില്ലെന്ന് ലങ്കയുടെ സംഭവങ്ങൾ തെളിയിക്കുന്നു. പ്രത്യേകിച്ച് ശ്രീലങ്കയുമായി നടന്ന കടുത്ത സമ്മർദ്ദമേറിയ സൂപ്പർ ഓവർ മത്സരത്തിൽ തിലകിന്റെ പെരുമാറ്റം അതിരുകടന്നതായിരുന്നു. കളിയുടെ അവസാന ഓവറുകളിൽ അമ്പയർമാരുടെ ചില തീരുമാനങ്ങളോട് വിയോജിച്ച് തിലക് വർമ്മ ഓൺ ഫീൽഡ് അമ്പയറുമായി പരസ്യമായി തർക്കത്തിൽ ഏർപ്പെടുകയും വാക്പോര് നടത്തുകയും ചെയ്തു. കളി കൈവിട്ടു പോകുമെന്നതിന്റെ നിരാശയിൽ അമ്പയറോട് കയർത്ത് സംസാരിക്കുന്ന തിലകിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചു. ഈ സംഭവത്തിൽ BCCI കടുത്ത രോക്ഷത്തിലാണെന്ന് ബോർഡുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഭാവിയിൽ സീനിയർ ടീമിനെ നയിക്കുമ്പോഴാണ് ഒരു ക്യാപ്റ്റൻ ഇത്തരത്തിൽ പെരുമാറുന്നതെങ്കിൽ അത് രാജ്യത്തെ തന്നെ നാണക്കെടുത്തുകയും ICC കടുത്ത പിഴയും വിലക്കും നേരിടേണ്ടി വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ തിലകിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ പക്വതയില്ലാത്ത പെരുമാറ്റം ക്ഷമിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ബോർഡ് അംഗങ്ങൾ. അദ്ദേഹത്തെ ഈ റോളിൽ നിന്ന് മാറ്റിയേക്കുമെന്ന തരത്തിലുള്ള ശക്തമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിലക് വർമ്മയെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തുനിന്നും മാറ്റുകയാണെങ്കിൽ ആ പദവിയിലേക്ക് മലയാളി സൂപ്പർ താരം സഞ്ജു വരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയൊരു ആരാധക പിന്തുണയുള്ള സഞ്ജുവിന് ഈ സ്ഥാനം ലഭിക്കുന്നത് തികച്ചും അർഹതപ്പെട്ടതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീറിന് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി മികവിൽ വലിയ വിശ്വാസമുണ്ട്. ശ്രേയസ് അയ്യരെ ക്യാപ്റ്റനാക്കുന്നതിന് മുൻപ് തന്നെ സഞ്ജുവിനെ ടീമിന്റെ നായകരാക്കണമെന്ന് ഗംഭീർ സെലക്ടർമാരോട് ആവശ്യപ്പെട്ടിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ചീഫ് സെലക്ടർ അജിത് അഗാർക്കർക്ക് ഇതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അന്ന് ശ്രേയസിന് നറുക്കു വീണത്. രാജസ്ഥാൻ റോയൽസിനെ IPLൽ വർഷങ്ങളായി മികച്ച രീതിയിൽ നയിച്ച സഞ്ജു സമ്മർദ്ദഘട്ടങ്ങളിൽ ഒട്ടും പതറാതെ ശാന്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സമർത്ഥനാണ്. യുവതാരങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാനും അമ്പയർമാരോടും സഹതാരങ്ങളോടും മാന്യമായി പെരുമാറാനുമുള്ള അദ്ദേഹത്തിന്റെ ശൈലി ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുള്ളതാണ്. ഇപ്പോൾ തിലക് വർമ്മ അച്ചടക്കത്തിന്റെ കാര്യത്തിലും നായകത്വത്തിലും പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഗൗതം ഗംഭീർ വീണ്ടും സഞ്ജുവിന്റെ പേര് വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ശക്തമായി നിർദ്ദേശിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വന്നാൽ സഞ്ജുവിന് അത് ഇന്ത്യൻ ടീമിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിനൊപ്പം ഭാവി നായകനാകാനുള്ള വലിയൊരു സുവർണാവസരമായി മാറും. ശ്രീലങ്കയിലെ ഇന്ത്യ ടീമിന്റെ പ്രകടനം BCCIക്ക് നൽകുന്ന പാഠവും വളരെ വലുതാണ്. കേവലം ബാറ്റിങ്ങിലോ ബോളിങ്ങിലോ മികവ് പുലർത്തുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് നല്ലൊരു ലീഡറാകാൻ കഴിയില്ല. കളിയിലെ തന്ത്രങ്ങൾ മെനയുന്നതിനൊപ്പം തന്നെ മൈതാനത്ത് വൈകാരികതകളെ നിയന്ത്രിക്കാനും പക്വതയോടെ പെരുമാറാനും ഒരു നായകന് കഴിയണം. MS ധോണിയെയും രോഹിത് ശർമ്മയും പോലുള്ള ഇതിഹാസ ക്യാപ്റ്റന്മാർ ഇന്ത്യക്ക് സമ്മാനിച്ച ആ ശാന്തതയാണ് യുവതാരങ്ങൾ മാതൃകയാക്കേണ്ടത്.